പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇവിടുന്ന് യൂറോപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ടാണ് പോകുന്നത്. ഏതാണ്ട് 10 ലക്ഷം പേരെ ഇവര് ജർമ്മനി സ്വീകരിക്കേണ്ടായി. അപ്പോൾ പലരും നമ്മുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിൽ പോയി സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കണതെന്ന് നമുക്ക് തോന്നുന്നു. സത്യത്തിൽ അങ്ങനെ ഉള്ള രീതിയിൽ നമ്മളെ പോലെയുള്ള സാധാരണ മിഡിൽ ക്ലാസ്സുകാരായിട്ടുള്ള മനുഷ്യരാണ് ഇവരെല്ലാവരും. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നു, കുടുംബം പുലർത്തുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ജന്മനാട് വിട്ടു പോകാനായിട്ട് സാധ്യത ആർക്കും ഇല്ല. പിന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ ആളുകളെല്ലാവരും ഓസ്ട്രേലിയയിലും അമേരിക്കയിലും യൂറോപ്പിലും അത് കുടിയേറ്റാണ്. ഈ സംഭവം നമ്മൾ കുറേ കൂടി ഭാഗ്യാന്വേഷണങ്ങളിലേക്ക് പോകണം. അത് വേറെ നമുക്ക് കുറേ കൂടിയൊക്കെ സൗകര്യങ്ങളൊക്കെ ഉള്ള കണക്ഷൻസ് ഉള്ള നമ്മുടെ വിദ്യാഭ്യാസമുള്ള സാമ്പത്തിക ശേഷിയുള്ള ആളുകളാണ് അങ്ങോട്ട് പോകുന്നത്. അഭയാർത്ഥികൾ രാഷ്ട്രീയ പ്രശ്നങ്ങൾ കാരണവും തൻ്റെ ജീവൻ അപകടത്തിലാണെന്നുള്ള രണ്ട് തരത്തിലുള്ള അഭയാർത്ഥിത്വം ഉണ്ടാവും. ഈ 70 80 അല്ലെങ്കിൽ 60 കാലത്ത് കോൾഡ് വാറൊക്കെ നടക്കുന്ന കാലത്ത് സാഹിത്യകാരന്മാർ അഭയാർത്ഥികളായിട്ട് പോയിരുന്നു. അവരുടെ ജീവിതം തന്നെ അല്ലെങ്കിൽ ജീവൻ തന്നെ ഭീഷണിയായിരുന്ന കാലത്ത് അവർ പോയിരുന്നു. ഇപ്പോൾ മനുഷ്യർ കൂട്ടത്തോടെ പലായനം ചെയ്യണം. അത് ഒന്നുകിൽ ഒരു ക്ലൈമറ്റ് അഭയാർത്ഥി എന്നുള്ള രണ്ടാമത്തെ ഒരു സങ്കല്പം വരുന്ന രാഷ്ട്രീയ അഭയാർത്ഥികളുണ്ട്. അപ്പോൾ ഈ രോഹിംഗ്യൻ അഭയാർത്ഥികളുടെ ഒരു വിഷയം, ഇവർ പരമദരിദ്രരായിട്ടുള്ള മനുഷ്യരാണ്. ഇവരെ ബർമ്മക്കാരായിട്ടാണ് കണക്കാക്കുന്നത്. അവിടെ അല്ല, ബംഗ്ലാദേശികളായിട്ടാണ് ബർമ്മയിൽ കണക്കാക്കുന്നത്. ഏറ്റവും ശാന്തി പറയുന്ന ബുദ്ധിസ്റ്റുകളാണ് ഇവരെ ഓടിക്കുന്നത്. അവിടെ ഈ ബുദ്ധിസ്റ്റിലെ ഈ അഷിൻ വീരാത്തു എന്ന് പറയുന്ന വളരെ ഒരു ശക്തനായിട്ടുള്ള ബുദ്ധിസ്റ്റ് നേതാവുണ്ട്. ടൈം മാഗസിൻ അയാളെ ബുദ്ധിസ്റ്റ് ബിൻ ലാദൻ എന്നൊക്കെയാണ് അവതരിപ്പിച്ചത്. അത്രയും ഭീകരനായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ കഴിവുള്ള ഒരു ടെററിസം നടപ്പിലാക്കാൻ കഴിവുള്ള ആളായിരുന്നു. അപ്പോൾ ഇവര് നമ്മളെ ബ്രിട്ടീഷുകാരെ സ്ഥലം വിട്ടുപോയ എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ അവർ വരച്ച രേഖകൾ യാതൊരു ബന്ധമില്ലാത്ത ഇന്ത്യ കണ്ടെത്തില്ലാത്ത റാഡ്ക്ലിഫ് വന്ന് ഇവിടെ ഒരു വരച്ചിട്ട് പോകും. ബോർഡറിനും കൂടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആഫ്രിക്കൻ ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാം വളരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള രേഖകളാണ്. അവരുടെ സൗകര്യത്തിന് വേണ്ടി അവർ വരച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും തീർച്ചയായിട്ടും വലിയ യുദ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ബ്രിട്ടീഷുകാർ ചെയ്തിട്ടുള്ള ഒരു കൊളോണിയൽ ഇതിൻ്റെ ബാക്കി പത്രമാണ് ഈ പറയുന്ന ഈ രോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക്. അവർക്ക് ഹ്യൂമൻ റൈറ്റ്സോ ഒന്നും വിചാരിക്കുന്ന തരത്തിലില്ല. അവരെ സ്വീകരിക്കാൻ ആരും തയ്യാറല്ല. വലിയ അവരുടെ മതപരമായിട്ടുള്ള രാജ്യങ്ങൾ പോലും ഇവരെ സ്വീകരിക്കാനായിട്ട് തയ്യാറില്ല. ഇന്ത്യയിൽ കുറച്ച് പേരുള്ളൂ, 10-40 പേരെ ഈ രോഹിംഗ്യൻ അഭയാർത്ഥികളുള്ളൂ. അതേസമയം ബംഗ്ലാദേശിലൊക്കെ അവർ 10 ലക്ഷത്തോളം ചില ക്യാമ്പുകളിലൊക്കെ ഉണ്ട്. ഈ രോഹിംഗ്യൻ എൻ്റെ പരിമിതമായ അറിവ് വെച്ചാൽ മതി. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഈ അഭയാർത്ഥി ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥി കരാറുകളും നമ്മൾ ഒപ്പുവെച്ചിട്ടില്ല. നമുക്കപ്പോൾ ഒരു ബാധ്യതയല്ല, അഭയാർത്ഥികളെ സ്വീകരിക്കുന്നതിലൊരു ബാധ്യതയല്ല. നമുക്കൊരു അഭയാർത്ഥി ചാപ്പ അല്ലെങ്കിൽ ബ്രാൻഡ് കൊടുക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ അഭയാർത്ഥി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഇവർ ആദ്യം തന്നെ ഇവരെ സ്വീകരിക്കും. 4-5 കൊല്ലം ഇവരെ നിരീക്ഷിച്ചതിന് ശേഷം ഒരു അഭയാർത്ഥി എന്നുള്ളൊരു ബ്രാൻഡ്, അതൊരു വലിയ മുദ്രയാണ്. നമുക്കൊരു ബിരുദം ലഭിക്കുന്ന പോലെയാണ്. ഒരുപാട് അവകാശങ്ങൾ കിട്ടും. അതോടെ നമുക്ക് അങ്ങനെ യാതൊരു ബാധ്യതകളും ഇല്ല. നമ്മൾ അങ്ങനത്തെ കരാറിൽ ഒപ്പിട്ടില്ല. തികച്ചും മാനുഷികമായ ചില പ്രശ്നങ്ങളുടെ പുറത്താണ് ഇപ്പോൾ നമ്മൾ നിർത്തുന്നത്. ഇപ്പോൾ ഈ ഡൽഹിയിലുള്ള അഭയാർത്ഥി ക്യാമ്പിൽ നോക്കുമ്പോൾ ഇവർ പഴയ ഫ്ലക്സ് ബോർഡുകൾ, അതുപോലെ തകരപ്പാട്ടുകൾ കൊണ്ടിങ്ങനെ മേഞ്ഞും അങ്ങനെ ഈ സ്ത്രീകൾക്കൊക്കെ ഒരു ടോയ്ലറ്റ് സൗകര്യങ്ങളൊന്നുമില്ല.